ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വിഷു ആയിട്ട് നമ്മൾ വിഷു സ്പെഷ്യൽ പച്ചടിയാണ് കാണിക്കുന്നത്. മിക്സഡ് പച്ചടി, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചേർത്തിട്ടാണ് ഞാൻ ഈ പച്ചടി തയ്യാറാക്കിയത്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കുക്കുംബർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. നമ്മളിവിടെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. ഞാനൊരു പകുതി പൈനാപ്പിൾ, ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതി, ഏകദേശം 1 കപ്പ് നിറയെ പൈനാപ്പിൾ ഉണ്ട്. പിന്നെ ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പോമഗ്രാനൈറ്റ് അഥവാ ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ, ഒരു അരമുറി തേങ്ങ, അതിൽ 1 ടീസ്പൂണ് ജീരകം ഇട്ടിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വെക്കണം. ഇനി നമ്മൾ ഒരു പാനിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പൈനാപ്പിൾ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ, ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. നമ്മുടെ കളറ് കൂടുതലായിട്ട് മാറിപ്പോകാൻ പാടില്ല, അതുകൊണ്ടാണ്. ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് 1 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഓയിൽ ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഇതിലേക്ക്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ച് ഉടനൊന്നും പോവണ്ട. ആ പൈനാപ്പിളും മാങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. നമ്മുടെ പൈനാപ്പിളും മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങയും 1 ടീസ്പൂണ്, 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ തേങ്ങയും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ ബാക്കിയുള്ള ഫ്രൂട്ട്സ്, ഒരു അനാർ, ഒരു പോമിഗ്രാനൈറ്റാണ് എടുത്തത്, അതിട്ട് കൊടുക്കണം. പിന്നെ ഒരു ആപ്പിൾ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കക്കിരി അഥവാ കുക്കുംബർ, അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നൊന്നുമില്ല, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ചേർക്കാം. പച്ച മുന്തിരി, കറുപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി അറിയിക്കണം, അഭിപ്രായം അറിയിക്കണം. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 വറ്റൽ മുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു
മിക്സഡ് പച്ചടി തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.